ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ 10ാം നോമ്പിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നെന്താ വെച്ചാൽ നൂൽപുട്ടാട്ടോ. ഇന്ന് പത്തിരി ഉണ്ടാക്കിയില്ല, നൂൽപുട്ട് ഉണ്ടാക്കുക വിചാരിച്ചു. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഫോണിനൊക്കെ അവിടെ കൊണ്ടുവച്ചിന്. പിന്നെ പുഴപ്പിള്ളാരൊക്കെ വിളിച്ചിട്ടുണ്ട്, കുട്ടികളെ നോക്കാൻ പോലെ ഏൽപ്പിച്ചത് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളി വരും. അപ്പോൾ അതന്ന് ബീഫ് അടുപ്പത്തുണ്ട്, തരി ചിഹ്നമാക്കിയിട്ട് ഇപ്പോട്ടാക്കി. അപ്പം നമുക്ക് ബീഫ് തേങ്ങ വറുത്തരച്ച കറിയും നൂൽപ്പൊടി അറിയാൻ നൂൽപുട്ട് കേട്ടോ. ഇന്ന് വല്ലാത്ത ക്ഷീണം കേട്ടോ. നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടോന്ന് പറയും. നിങ്ങൾക്കില്ലേ? നല്ല ക്ഷീണം. ഇന്നൊരു ഒടുക്കത്തെ ക്ഷീണമുള്ളൊരു ദിവസം. എന്താ അറിയില്ല. അപ്പം അമ്മക്കും ഉണ്ട് പറഞ്ഞ്, നാത്തൂനും ഉണ്ട് പറഞ്ഞ്, എല്ലാവർക്കും ഉണ്ട്, കെട്ടിയന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്മക്ക് മാത്രമല്ല. അപ്പം ഒന്ന് ഫസ്റ്റത്തെ 10 കയ്യാണല്ലോ അല്ലേ? ഏതായാലും വേണ്ടില്ല 10 ക്ഷീണവും കുഴക്കും ക്ഷീണമില്ലാത്തതൊക്കെ കൂടിയായിട്ട് ഏതായാലും 10 കഴിഞ്ഞില്ല, കയ്യാണ് ഇന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. അപ്പം എന്താ നിങ്ങളെ വിശേഷങ്ങളൊക്കെ എന്താന്ന് പറയും. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക നമ്മൾ പറയില്ല. പിന്നെന്താ? അപ്പോൾ കേട്ടോ ബീഫ് കറി ആയതുകൊണ്ട് ഉണ്ട്. ഇന്ന് എന്താ പറയുക, ക്ഷീണം കുഴക്കമായിട്ടൊന്നൊരു സുഖമില്ല. കിച്ചണിക്ക് വരാൻ തോന്നില്ല. എന്താ ഒന്നും രാവിലെ ആക്കി വെച്ചില്ല കേട്ടോ. ഇല്ലെങ്കിൽ കറി ഇങ്ങനെ പത്തിരിയൊക്കെ രാവിലെ ആക്കി വെക്കും. അപ്പോൾ കറി അത് വേയാവൂല. ഞാൻ അമ്മനോട് പറഞ്ഞു വേയാവും. അപ്പോൾ മഴ ഇങ്ങനെ മൂടിക്കുന്നുട്ടോ. അതേപോലെ ക്ലിയർ ഇല്ലാത്ത നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോന്നൊക്കെ പറയട്ടെ. നമുക്ക് എന്നോ ഉണ്ട് മൂടൽ, പക്ഷെ ഇതുവരെ പെയ്തില്ല. ഇല്ലേ, ഒരു ഇരുണ്ടില്ലേ ഇപ്പൊ പെട്ടെന്ന്. അപ്പോൾ വേഗം ഞങ്ങൾ ബാങ്ക് കൊടുക്കണ മുന്നേ വന്നിട്ടില്ല. ഞങ്ങൾ ബാങ്ക് കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക്. അപ്പം ഇനി ബീഫ് അവിടെ വേവട്ടെ. തേങ്ങ അവിടെ ചിരകി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും എത്തിക്കണം കേട്ടോ. അപ്പോൾ ഇനി പണികളൊക്കെ തുടങ്ങുകയാണ്. ഇനി സമയമല്ല, ഇന്ന് നേരെ വൈകിയില്ല. ചിന്നോ എൻ്റെ ഉള്ളിലാട്ടോ, സ്റ്റോർ റൂമിലാണ്. അപ്പോൾ ഞാൻ തേങ്ങ വറുക്കട്ടെ കേട്ടോ. ബീഫൊക്കെ വെന്ത് റെഡി ആയിന്. അപ്പോൾ തേങ്ങ വറുത്തരക്കാനുള്ള തേങ്ങനെ വറുക്കട്ടെ കേട്ടോ. ചിന്നതാ നൂൽപൊട്ടിൻ്റെ വെള്ളമൊക്കെ വെച്ചു കേട്ടോ. അതേപോലെ തന്നെ അവിടെ കാണുന്നുണ്ടോ അറിയില്ല, മേശമ്മ പഴംപൊരി. ഇന്ന് പഴംപൊരി ഇതിൽ വെള്ളം ഉണ്ടായിരുന്നു. അവിടുന്ന് വിളി വരുന്നുണ്ട്. ഞാനില്ല, ഇജ് പോയിക്കോന്ന്. അതെ, എനിക്കറിയില്ല. എടുത്തു കൊണ്ടേക്കോളി, എടുത്തു കൊണ്ടേക്കോളി, എടുത്തു കൊണ്ടേക്കോളി. ഇവിടെ വെക്കണ്ട, കൊണ്ടേക്കോളി. അങ്ങാടിക്ക് വിടുക കേട്ടോ. അതിന് പോയി അവൻ്റെ പപ്പൻ്റെ ഒപ്പം. അപ്പം ഞാൻ ഇതനെയും കൂടി അങ്ങാടിക്ക് വിടുക. ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ പോലെ പപ്പാരപ്പം ഉണ്ട് അങ്ങാടിക്ക് വിടല. ഇല്ലെങ്കിൽ ഓലിങ്ങനെ മൂട്ട് നിർന്ന് പീ അറിയുമ്പോൾ ഒന്നും എടുക്കാൻ കഴിയൂല. അങ്ങനെ ഞങ്ങൾക്ക് നേരെ അന്ന് ഇതേപോലെ നേരം വൈകിയാന്ന് അരിഞ്ഞില്ലേ, നെലോളിയും വിളിയൊക്കെ അല്ലേനോ. അപ്പം നമുക്ക് ഫുള്ള് നേരം പോകും, കുക്കിങ്ങും ഇതൊക്കെ നേരം. അപ്പോൾ ഓലായിട്ട് വല്ല പോലെ വാപ്പാരപ്പണ്ട് വിടല കേട്ടോ. ഈ ചട്ടി ഇവിടെ നിൽക്കണില്ല, ഡാൻസ് എടുക്കും. അപ്പോൾ തേങ്ങയൊക്കെ വറുക്കട്ടെ. വറുത്ത് അരച്ച കറിയാണ്. ചിന്നു മാവാക്കുന്നുണ്ട് പഴംപൊരിക്ക്. ചിന്നു ഉണ്ടാക്കിയ നല്ല രസമാണ് പഴംപൊരി. പുകയത്തട്ട ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പുകയത്തി. ഞാൻ ഉണ്ടാക്കിയല്ല, ഇങ്ങനെ എപ്പോഴും പറയട്ടെ, ഉറപ്പാണ് ഉറപ്പാണ് എല്ലാവരും. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്. ഇപ്പൊ കുറച്ച് എനർജി കിട്ടി നിസ്കരിച്ചൊക്കെ വന്നപ്പോ. എടുത്തുകേട് വന്നപ്പോ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോ കുറച്ച് എനർജി കിട്ടി. നേരത്തെ തീരെ ആവില്ലേ. അപ്പൊ ഇന്നലെ കുഴക്കും ക്ഷീണം ഇല്ലാഞ്ഞിട്ടാവില്ല, നമ്മളറിയാഞ്ഞിട്ടായിരിക്കും. ഇന്നലെ കോഴിക്കോടല്ലേ നോമ്പറക്കാൻ കോഴിക്കോട് പോണ തിരക്കിൽ ഇന്നലെ കുഴക്കും ക്ഷീണമൊന്നും അറിഞ്ഞിട്ടാവില്ല.
ഇല്ലാഞ്ഞിട്ടൊന്നാവില്ല. ഇന്ന് പിന്നെ ഇവിടെ ഇന്നലെ ഉണ്ടാക്കിയൊക്കെ നീനി കേട്ടോ, നമ്മളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിക്കാൻ നീനി അവിടുന്ന് പോയി തുറന്നേന്നുള്ളൂ. രസമാണല്ലോ, എത്ര ഫാമിലികളാണ് തുറക്കാൻ വന്നതെന്ന, കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞല്ലോ പോയിനി. ജോമോന് സ്പീഡ് ഓർക്കുക എൻ്റെതോ. ജോമോന് ഇതേപോലെ ഓൻ പോയിട്ടോ, എന്നാൽ ഇപ്പോൾ 2 ദിവസം മുന്നേ ബീച്ചിൽ തുറക്കാൻ പോയിട്ടോ. അപ്പോൾ പിന്നെ ഓൻ തുറന്ന് വന്നപ്പോൾ എന്നാൽ നമുക്കും പോവല്ലേ പറഞ്ഞാണ്ട് അങ്ങനെ പോയതാട്ടോ. സ്പീഡിലാക്കുമ്പോഴല്ലേ വേഗം ആവുക. ഞാൻ തേങ്ങ വറുക്കട്ടോ, അപ്പം നല്ലോണം സ്പീഡിലിട്ട വേഗം ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിന്നവരൊക്കെ എരിഞ്ഞു. അങ്ങനെ ഇന്ന് ജ്യൂസ് എന്താ വെച്ചാൽ മുന്തിരി കേട്ടോ. മുന്തിരി കുറേ ഉണ്ട്, ഒക്കെ തീർക്കണ്ട, ഇല്ലെങ്കിൽ ചീഞ്ഞ് പോവും. അപ്പോൾ മുന്തിരി അന്ന് അടിച്ചിട്ട് ബാക്കിയായിട്ട്. മുന്തിരി ആർക്കും ഇഷ്ടമില്ല. അതായത് നോമ്പറക്കുമ്പോൾ കുടിച്ചുമ്പോൾ ഒരു സുഖം കിട്ടുമല്ലോ മുന്തിരിയൊക്കെ ആകുമ്പോൾ. പിന്നെ പിറ്റേന്ന് കുടിച്ചുമ്പോൾ നല്ല, ഈ മുന്തിരി ഫ്രിഡ്ജ് വെച്ച് കുടിച്ചുമ്പോൾ നല്ല രസമാണ്. അതിൻ്റെ അതേ ചോയ. അപ്പൊ ചിന്നുതാ നൂൽപുട്ടിനുള്ള ഇത് കുഴക്കാൻ പോവാട്ടോ. വെള്ളമൊക്കെ തളിച്ച് പിന്നെ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ നോമ്പ് വിശേഷങ്ങൾ. വൈകുന്നേരം ആയാലും ഇങ്ങനെ ചടപടയെ തുടങ്ങും ഞങ്ങൾ. കറി ആയാലും ആയിട്ടോ, തരി ആയി. ഇന്ന് പാൽവായ്ക്കൊന്നും ഉണ്ടാക്കണില്ല. മാണെന്നൊന്നും പറഞ്ഞില്ല. ഇപ്പം എന്താ പറയുക, കഴിഞ്ഞ വർഷമൊക്കെ എല്ലാ നോമ്പിനും ഉണ്ടാക്കീനി അല്ലേ, നിർബന്ധം. ഈ വർഷം അങ്ങനെ എന്നൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഇട വിട്ടാണ്ട ഉണ്ടാക്കുന്നത്. ഇന്നലെ ഉണ്ടാക്കില്ല, ഇപ്പം ഉണ്ടാകും. വാതിലടക്കട്ടെ. ഞങ്ങളെ വാതിൽ ഇതാ തുറന്നു വന്ന്. വാതില് അടുക്കളൻ്റെ വാതിലടിച്ചാലേട്ടോ എനിക്ക് ഉറക്കനെ പറയാൻ ഇല്ലേ, ഉറക്കനെ പറയാൻ കഴിയൂല. അപ്പം ഞാൻ പോയി അടിച്ചു. വറുത്തരച്ച ബീഫ് കറിക്കൊരു പൂതി. നല്ല രസമുണ്ടാവും. നമ്മള് അങ്ങനെ ചിക്കനായാലും നമ്മളങ്ങനെ വറുത്തരക്കല്ലോ കേട്ടോ. വേണ്ട തേങ്ങ ഞങ്ങൾ അധികം ഇറക്കില്ല, അല്ലെങ്കിൽ വേറെ പച്ചക്കറി തേങ്ങ ഇറക്കും. അപ്പം ഇന്ന് നൂൽപുട്ടൊക്കെ ആയപ്പോൾ ഇങ്ങനെ വറുത്തരക്കാന്ന് വിചാരിച്ചു. നമുക്ക് നാളെ എന്ത് വേറെ പത്തിരി ഇല്ലാണ്ട് നമ്മൾ നാളെ വിചാരിച്ചാ മറ്റേ സംഭവം തേനി ഞാൻ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു. അരിപ്പൊടി കൊണ്ടാണ് പത്തൽ ഉണ്ടാക്കാൻ വിചാരിച്ചു ഞങ്ങൾ ഇന്നാള് 2 ദിവസം മുന്നേ. ഗോതമ്പൊടിയോ ഫോണിലൊക്കെ നോക്കി. അപ്പൊ പിന്നെ അന്ന് പിന്നെ നേരവും ഇല്ല, പിന്നെ ഉണ്ടാക്കിയതും ഇല്ല. അന്ന് പിന്നെ പത്തിരി എന്നല്ലേ പത്തിരി തന്നെ ആക്കി. ഇന്ന് ഇല്ലേ കുറച്ച് നെയ്ച്ചോറും വേണട്ടോ ഉണ്ടാക്കുക. നൂൽപുട്ട് പറ്റാത്തോല് ആരുമല്ല, എൻ്റെ കെട്ടിയവനാണ്. അതിനൊരു ഇതൊന്നും അങ്ങനെ പറ്റൂല. അപ്പോൾ എനിക്ക് പിന്നെ ഏതായാലും ഞാൻ തിന്നു. എനിക്ക് പറ്റാത്ത എന്താ വെച്ചാൽ തേങ്ങാച്ചോറ്. അത് തിന്നു കേട്ടോ, പക്ഷെ ഇഷ്ടമല്ല എന്നുള്ളൂ. തിന്നു. പിന്നെ പറ്റാത്ത എനിക്ക് അങ്ങനെ പറ്റായിരുന്നു. ക്ഷമിക്കൊരു ഇതൊന്നും പറ്റൂല കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മൾ കുറച്ച് ലേശം ക്ഷമിക്കും മാത്രം നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. അല്ലാത്തവർക്കൊക്കെ നമുക്കൊക്കെ നൂൽപുട്ടാട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് നൂൽപുട്ട്. ചിന്നുവിനും ഇഷ്ടമല്ലോ. നമ്മളാദ്യം ഇങ്ങോട്ട് കടിച്ചാത്തൊക്കെ ഞാനും അതിൽ പെട്ടെന്ന് കേട്ടോ. ഒരുവിധം എല്ലാം തിന്നു. ക്ഷമിക്കൊന്നും അങ്ങനെ പറ്റൂല. നമ്മൾ രാവിലെ ഒക്കെ അധികം നോമ്പല്ലാത്ത ദിവസം പത്തിരി തന്നെ കേട്ടോ ഞങ്ങൾക്ക് രാവിലെ. കാരണം അവർക്ക് അങ്ങനെ ഒരു വിധം ഒന്നും അങ്ങോട്ട് പറ്റൂല. പത്തിരി ആകുമ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ല, ഒരു കുത്തിരി എത്ര ദിവസം ഉണ്ടാക്കിയാലും പ്രശ്നമില്ല.
എന്നാലും ഇടക്ക് പറയും മാറ്റിക്കൂല, പക്ഷെ മാറ്റുമ്പോ പറയും ഇതെങ്ങനെയാണ് വെച്ചോ. അങ്ങനെയാണ് ഞങ്ങളെ കഥ. അപ്പൊ നമ്മളെ തേങ്ങയൊക്കെ കാണുന്നുണ്ടോ അറിയില്ല, വറുത്തിട്ടോ. തേങ്ങ നല്ല വറുത്ത്. ഇത് കുറച്ചൊന്ന് ചൂടാറട്ടെ, എന്നിട്ട് വേണം മിക്സിയിലിട്ട് അരക്കാൻ. മറ്റേ മാവൊക്കെ ആക്കി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഈ കുക്കറിൽ ഉണ്ടാക്കാതെ കറി വെച്ച കുക്കറിലാണ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് കുറച്ചുണ്ടാക്കണുള്ളൂ. അപ്പോൾ ചെറിയ കുക്കറിലായിട്ട് ഉണ്ടാക്കും. അപ്പം ഞാൻ ഒഴിഞ്ഞിട്ട് വേണം നെയ്ച്ചോറൊക്കെ. അത് നോക്കി കയ്യിലെ കയ്യില് അങ്ങനെ അതാ നമ്മള് ചിന്നു നൂൽപൂട്ട് ഉണ്ടാക്കല് തുടങ്ങി. ഞങ്ങൾ അയലുവാവി ഉണ്ട് കേട്ടോ. ഞങ്ങളൊപ്പം കുക്കിങ്ങിന് ഓൻ്റെ പപ്പ ഓനെ കൊണ്ടുവന്നാക്കി പോയി. മറ്റോളെത്തിയില്ല. അപ്പോൾ തൂമിക്കല്ല ചട്ടിയൊക്കെ വെച്ചത്. ചീരുള്ളിയൊക്കെ അരിഞ്ഞിട്ട് കേട്ടോ. ചീരുള്ളി ചെറുള്ളി എന്നൊക്കെ പറയും. ചീരുള്ളി കറിവേപ്പില മല്ലിപ്പൊക്കെ നമ്മൾ തൂമിക്കുന്നത്. അപ്പോൾ നൂൽപുട്ട് ഇതാ ചിന്നു വെച്ച് ഫസ്റ്റ് ട്രിപ്പ് വെച്ച് സമയപ്പം ഇതാവും. പച്ചപ്പൊടി അയിനുവാവി ഉണ്ട് ഞങ്ങളൊപ്പം നൂൽപുട്ടും കറിയൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ ഇതായിട്ട് വേണം കേട്ടോ ഇനി ചോറ് വെക്കാനും അതേപോലെ ചിക്കൻ പൊരിക്കാനും ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പോലെ പറഞ്ഞേക്കണത്. ആക്കി വെച്ചാണുള്ളു ഇതുപോലെ അങ്ങ് ആക്കി വെച്ചാണ്. അപ്പൊ അങ്ങനെ ആക്കോ നമ്മളിതില്ല ഇങ്ങനെ ആട്ടോ നോക്കിട്ടുണ്ടാക്കണം. ഇവിടെ എന്താ വെച്ചാ ഇഡലി ചെമ്പില്ല. ഞങ്ങൾക്ക് ഇഡലി ചെമ്പില്ല. അപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇഡലി ചെമ്പിൽ ഉണ്ടാക്കിന് കേട്ടോ. ഇവിടെ എൻ്റെ അവിടെ ഒക്കെ ഇങ്ങനെ ഇഡലി ചെമ്പിലുണ്ടാക്കി മടി കിട്ടും കേട്ടോ. നോക്കി അതിനും അങ്ങോട്ട് നോക്കി അതിനു കുറച്ച് കൊടുത്തു നോക്കി. ഓന് പത്തിരി ഉണ്ടാക്കാൻ പൊടി ചോദിക്കോ നൂൽപുട്ട് ഉണ്ടാക്കാൻ. നോക്ക് നോക്ക് ഇതൊക്കെ അങ്ങോട്ടൊക്കെ ഹായ് പറയും. ഓ പറയില്ലല്ലോ. നമ്മളെന്താ ഉണ്ടാക്കണെന്ന് പറഞ്ഞു കൊടുത്താ. എൻ്റെ കയ്യിലെന്താ ഇതെന്താ പത്തിരി. ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കാൻ പോവാണ് അല്ലേ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കാൻ പോവാണ്. അധിക നേരം ഇവിടെ ഇടാൻ പറ്റില്ല. ഇതൊക്കെ അടുപ്പത്തൊക്കെ സാധനം. അപ്പം അഥവാ എങ്ങാനും തട്ടിയാൽ ഞങ്ങളുടെ കുട്ടിക്ക് പൊള്ളു. ചൂടായി. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ. ചിന്നോടല്ല പണിയില്ല. കുറ്റി നൂൽപുട്ട് കുറ്റി വേണല്ലേ അതിക്ക് നിറക്കാട്ടോ. മാവ് നിറക്ക. ഞങ്ങളെ ഗ്യാസും അടുപ്പൊക്കെ ഈ ഭാഗത്ത് തന്നെ കേട്ടോ. പക്ഷെ ഇവിടെ അടുപ്പിലിപ്പോൾ തീ കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഗ്യാസിന് കുറച്ച് കട്ടി നീക്കി വെച്ചത്. ഇനി എന്താ പറയാ നെയ്ച്ചോറ് ഉണ്ടാക്കാണ്ട് വെള്ളം എടുക്കാനാട്ടോ. മോട്ടർ ഇടുമ്പോഴാട്ടോ വെള്ളം എടുക്കല്. ഉള്ളിക്ക് കുടിവെള്ളം എടുക്കും. കുടിക്കാൻ ടാങ്കിൽ നിന്ന് എടുക്കില്ല. അപ്പം മോട്ടർ ഇടുമ്പോൾ നേരിട്ട് വരുന്നുണ്ടല്ലോ അതിൽ നിന്ന് എടുക്കില്ല. ഇപ്പം ഇല്ല കേട്ടോ. ഇവിടെ പുറത്തുപോയതാണ്. മഴ വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇപ്പം പിന്നെ AC ഇടുമ്പോൾ മോട്ടർ ഇടാൻ കഴിയില്ല. രണ്ടും കൂടി ഒപ്പം ആവില്ല. പണികളും ഒപ്പിക്കുന്നുണ്ട്. അതിനുള്ളവരോട്
ഇങ്ങോട്ട് ഓൻ്റെ അടുത്തേക്ക് വേണം കേട്ടോ കണ്ണ് വെക്കുക. രണ്ടാളും കൂടി ഉണ്ടേ പറയും വേണ്ട. ഉമ്മമ്മ നിസ്കരിച്ചാൻ പോവാറില്ലേ ഉമ്മമ്മേൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങോട്ട് വന്നതാണ്. കാണുന്നുണ്ടോ എന്നറിയൂല, കാണൂലല്ലേ. ഇതാണ് നമ്മളെ തേങ്ങ അരച്ചക്കറി വറുത്തരച്ച്. എല്ലാം ചോറാക്കല്ലേ, ചോറിനെ കൂക്കി ഇറക്കി വെച്ചിട്ട് വെക്കാം. ഇതിൽ കുറച്ച് വെള്ളത്തിൽ അപ്പോൾ നമ്മളെ കറി സെറ്റായിട്ടോ. അങ്ങനെ കറീനെ ഇനി ഒരു മൂലയൊക്കെയായിട്ട് മാറ്റി വെക്കാം. അതായത് ഒരു മൂലയൊക്കെയായിട്ട് മാറ്റി. ഇനി ഇതുണ്ട് കേട്ടോ. ഇനി നമ്മൾ നെയ്ച്ചോറൊക്കെ കേട്ടോ. നൂൽപ്പുട്ടയുടെ ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട്. ചിന്നു ഇവിടെ കൊയങ്ങി റെസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഇതായിട്ട് വേണം ചിക്കൻ പൊരിക്കാൻ ചട്ടി വെക്കാൻ. ഉപ്പ് കുറച്ചിട്ട് കൊടുത്തത് കേട്ടോ. ഉണ്ടോ ഇല്ലയെന്നൊന്ന് നോക്കാനൊന്നും പോകുമ്പോൾ ആയതുകൊണ്ട് കഴിയൂലല്ലോ. അപ്പോൾ കുറച്ചായിട്ട് ഇട്ടുകൊടുത്ത്. അപ്പോൾ ഞങ്ങൾക്ക് ആയിട്ട് കാണിച്ചു തരാം അല്ലേ, ലാസ്റ്റ് കാണിച്ചു തരാം. അതാണ് നന്നാ. നമ്മളെ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ 10-ാം നോമ്പിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കുക. അപ്പോൾ ആദ്യം തന്നെ വത്തക്ക, ഗ്ലാസ്, പ്ലേറ്റ്, നൂൽപൊട്ട്, പിന്നെ അത് നമ്മളെ വറുത്തരച്ച കറി, പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ട്, തരി ഇട്ടു, തരി മസ്റ്റാർഡ്, പിന്നെ നെയ്ച്ചോറ്, ചായ, വെള്ളം, സ്ഥിരം ഉള്ള വത്തക്ക ജ്യൂസ്, മുന്തിരി ജ്യൂസും. പിന്നെ ഇതാ നമുക്ക് പൊരി എന്താ വെച്ചാൽ പഴംപൊരി കേട്ടോ. പഴംപൊരി ഇതാ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പാകം കൊടുക്കാനൊന്നും ആയില്ല. അപ്പോൾ ഓരോരുത്തരൊക്കെ വരൽ തുടങ്ങിയിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നാളത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ.